ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇറച്ചിയും മീനൊക്കെ കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഊണാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഒരു 3 കറുത്ത് കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചപ്പപ്പായാണ് കേട്ടോ. പലരും പലതായിരിക്കും പറയുക, കറമൂസ എന്ന് പറയുന്നവരുണ്ടാവും. നമ്മൾ കറുത്ത് എന്നാണ് പറയുക. അപ്പോൾ കറുത്ത് ഇതുപോലെ 3 എടുത്തിട്ട് തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചേമ്പാണ് കേട്ടോ. ചേമ്പ് അതിൻ്റെ വിത്തും അതിൻ്റെ തണ്ടും കൂടെ, തണ്ട് ചെറുതാക്കി അരിഞ്ഞതും അതിൻ്റെ വിത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. ചേമ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പൂളക്കിഴങ്ങ് അതുപോലെ ചേനൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ കറുത്തും ചേമ്പും മാത്രം വെച്ചിട്ടാണ് ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചേമ്പ് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ നമുക്ക് തിളച്ചതിന് ശേഷം വേണമെങ്കിൽ നോക്കിയിട്ട് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയം നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാൻ പാടില്ല. നമ്മളിതിലേക്ക് തേങ്ങ ചതച്ചിടുന്ന സമയത്താണ് നമ്മൾ മുളക് ചേർക്കുന്നത് കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ കുക്കർ അടച്ച് വെച്ചിട്ടൊന്ന് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നാടൻ രീതിയിലാണ് നമ്മളിന്ന് ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടുപ്പത്ത് വെച്ചിട്ട് കലത്തിൽ വെച്ചിട്ടാണ് ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോറിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ സാധാരണ റൈസ് കുക്കറിൽ ചോറ് വെക്കുന്നേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കുക്കർ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ഒന്ന് തീ ഓണാക്കി വെച്ചതാണ് കേട്ടോ. അതിലുള്ള ആ ഒരു വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ അതിലേക്ക് തേങ്ങ, അതുപോലെ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ജീരകം, പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തരിതരിപ്പോടൊന്ന് അരച്ചെടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങൾ. ഇനി നമുക്കിതൊന്ന് കുറച്ചൊന്ന് വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അതിന് വേണ്ടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടതിന് ശേഷം തീ ഒന്ന് ഓണാക്കി വെച്ചാൽ മതി. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ട് ഒരു പാകത്തിനായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിച്ചിട്ട് ഒഴിക്കാം. ഞാനിവിടെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കുറച്ചും കൂടെ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചേമ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കറി വെക്കാം നമുക്ക്. ഇത് നമ്മൾ മൺചട്ടിയിലാണ് ഈ കറി വെക്കുന്നത്. കുറച്ച് പരിപ്പൊന്ന് കഴുകി വെള്ളവും ചേർത്തിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 തക്കാളി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അളവൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. വെജിറ്റബിൾസിൻ്റെ എന്ത് കറിയാണെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കും മഞ്ഞൾ വളരെ കുറച്ചിട്ട് ചേർക്കുക. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടി അതുപോലെ ചെറിയ ജീരകം കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചിട്ടല്ല ജീരകവും വെളുത്തുള്ളിയൊന്നും ചേർത്തിട്ടുള്ളത്. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുത്തിട്ടുള്ളതാണ്. അതുപോലെ ജീരകം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടാണ്, അല്ലാണ്ട് പൊടിക്ക് ചതക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്കറിലും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ മൺചട്ടിയിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ചും കൂടെ വേറൊരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പരിപ്പ് തക്കാളിയൊക്കെ നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട്. വെന്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മുരിങ്ങയിലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയില നമ്മൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഇല്ലിയൊക്കെ നല്ല പോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് ഊരിയെടുത്തിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതിനൊന്നും പ്രത്യേകിച്ച് ഞാൻ അളവൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ സാധാരണ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന കറികൾ തന്നെയാവും. ചിലർ ഇതിലേക്ക് തേങ്ങ അരച്ചിട്ട് ചേർക്കാറുണ്ട്. അപ്പോൾ ഇത് തേങ്ങയൊന്നും ചേർക്കാണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. അപ്പോൾ മുരിങ്ങയും കൂടെ ചേർത്തിട്ട് ഒരുപാട് സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു 2
തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കുക. ഇതിന് ശേഷം നമ്മളിതിലേക്ക് കടുക് താളിച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടുകിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണക്കമുളകും കൂടെ ചേർത്തിട്ട് അങ്ങനെയും താളിച്ച് വയ്ക്കുക. ഞാനിപ്പോൾ കടുകും കറിവേപ്പിലയും മാത്രമാണ് താളിച്ചൊഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നാടൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേന്ത്രക്കായൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നേന്ത്രക്കായ പ്രത്യേകിച്ച് ഒന്നുമില്ല, അരിഞ്ഞെടുക്കുക, പച്ചമുളക് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളി ഇട്ടിട്ടൊന്ന് താളിച്ച് വയ്ക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ട്. നമ്മൾ പച്ചപ്പുളി വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇറച്ചി, മീൻ, മുട്ട ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണാണ്. സാധാരണ നമ്മൾ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.